അടുത്തത് തുലാക്കൂറാണ്. ചിത്തിരയുടെ അവസാനത്തെ 2 പാദം ചോതി, വിശാഖം, മുക്കാൽ. വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങളാണ് തുലാക്കൂറിൽ വരുന്നത്. 4-ാം ഭാവത്തിലാണ് ശക്തമായിട്ടുള്ള 4 ഗ്രഹങ്ങൾ ഉള്ളത്. അവർക്ക് 5-ൽ ശനിയാണ്, അഷ്ടമത്തിൽ വ്യാഴവുമാണ്. പൊതുവേ അത്ര അനുകൂലമല്ല അവരുടെ ഫലങ്ങൾ. ഓഫീസ് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന മണ്ഡലം, പ്രവർത്തന സ്ഥാനം, അതുപോലെ വീട് മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചില മാറ്റങ്ങളൊക്കെ വരാവുന്നതാണ്. ജോലിയിലിരിക്കുന്നവർക്ക് അവരുടെ ഓഫീസിൽ നിന്നും മാറി വർക്ക് ഫ്രം ഹോമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തിരിച്ചോ ഒക്കെ ഉണ്ടാവുന്നതാണ്. ഓഫീസ് മാറാൻ സാധിക്കേണ്ടവർ, അത് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. മറ്റൊരു സ്ഥാനത്തേക്കുള്ള സ്ഥാനചലനം ഇവർക്ക് ഉണ്ടാകാവുന്നതാണ്. വീട് സംബന്ധിച്ചും അതുപോലെ വീടിൻ്റെ റിപ്പയർ മുതലായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട് സംബന്ധിച്ചുള്ള മറ്റു ചിലവുകൾ, ഈ സ്ഥാവര വസ്തുക്കൾ വാങ്ങിക്കുക മുതൽ ഇതിൽ കൂടെയൊക്കെ കൂടുതൽ ചിലവ് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. വാഹനം സംബന്ധിച്ചും നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള ചില ചിലവുകളൊക്കെ അവർക്ക് ഉണ്ടാവുന്നതാണ്. ഇവർക്ക് വലിയ കാര്യമായിട്ട് വരുന്നില്ല എങ്കിൽ പോലും നടുവേദന, കഴുത്ത് സംബന്ധിച്ചുള്ള വേദന, നെഞ്ചുവേദന ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ ചെറിയതായ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാവുന്നത് വാക്ക് പറഞ്ഞിട്ടോ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ മൂലമുള്ള ചെറിയ അസ്വാരസ്യങ്ങൾ, മനപ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് പരിഹാരം എന്നുള്ള നിലയ്ക്ക് വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി പൂജ ചെയ്യുക, ശുക്രനെ ഭജിക്കുക, ശുക്രായ നമ എന്ന മന്ത്രം ജപിക്കുക, നവഗ്രഹ ക്ഷേത്രത്തിലോ ഒക്കെ പോയി പ്രത്യേകമായിട്ട് ശുക്രനും മറ്റ് എല്ലാ ഗ്രഹങ്ങൾക്കും അതോടൊപ്പം തന്നെ ശുക്രന് പ്രധാനമായിട്ടും പുഷ്പാഞ്ജലികളോ നിവേദ്യങ്ങളോ ഒക്കെ നടത്തുന്നതും അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നതാണ്.